അതായത് കഴിഞ്ഞ കുറച്ച് ദിവസമായി അവിടെ വനം വകുപ്പിന്റെ വലിയ രീതിയിലുള്ള ഒരു ദൗത്യമുണ്ട്. ആ ആളെക്കൊല്ലി കാട്ടാനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു തെരച്ചിലൊക്കെ നടന്നിരുന്നു. പക്ഷേ അതൊക്കെ എത്ര കണ്ട് ഫലം ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെയുള്ള ആളുകളുടെ ആവശ്യം എന്ന് പറയുന്നത് ഇങ്ങനെ ജനങ്ങളെ കാണിക്കാനുള്ള ഒരു പ്രഹസനമല്ല, ശാശ്വതമായ പരിഹാരം അവർ തേടുന്നുണ്ട്. അന്ന് MLA സ്ഥലത്തെത്തിയപ്പോഴും അവർ അത് തന്നെയാണ് പറഞ്ഞു വെച്ചിരുന്നത്. എന്തായാലും വീണ്ടും വീണ്ടും കാട്ടാന ഇങ്ങനെ രാത്രിയും പകലും ഒക്കെ എത്തുമ്പോൾ അവർ അവരുടെ ജീവനും കയ്യിൽ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് വനംവകുപ്പ് അറിയേണ്ട കാര്യം. എന്തായാലും നമുക്ക് മറ്റു വാർത്തകളിലേക്ക്. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ എത്തിക്കുന്ന അനാഥ രോഗികൾക്ക് മതിയായ പരിഗണന ലഭിക്കുന്നില്ലെന്നാരോപിച്ച് ആശുപത്രി പരിസരത്ത് 3 ദിവസമായി നിരാഹാര സമരം ഇരിക്കുകയാണ് മുഖത്ത സ്വദേശി ജലീൽ. തെരുവിലെ മൃഗങ്ങൾക്ക് പോലും ലഭിക്കുന്ന കരുതൽ ഈ രോഗികൾക്ക് ലഭിക്കുന്നില്ല എന്നാണ് സ്വന്തം അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ജലീൽ പറയുന്നത്. അനഘാർഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് ഗവൺമെന്റ് ബീച്ച് ആശുപത്രി പരിസരത്താണ്. ഈ ബീച്ച് ആശുപത്രി പരിസരത്ത് മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു ടാർപോളിൻ ഷീറ്റ് കെട്ടിയ ഒരിടം നമുക്ക് ഇന്ന് കാണാൻ സാധിക്കും. ഇവിടെ നിരാഹാരം ഇരിക്കുന്ന ഒരു മനുഷ്യനെയും നമുക്ക് കാണാൻ സാധിക്കും. ഈ മനുഷ്യൻ ഇവിടെ ഇങ്ങനെ നിരാഹാരം ഇരിക്കാൻ തുടങ്ങിയിട്ടിപ്പോൾ 3 ദിവസം, ഇന്നേക്ക് 3ാമത്തെ ദിവസം പിന്നിടുകയാണ്. അതായത് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യക്തിപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനോ ഒന്നുമല്ല ഈ മനുഷ്യൻ ഇവിടെ ഇങ്ങനെ നിരാഹാരം ഇരിക്കുന്നത്. അതായത് ഗവൺമെൻറ് ആശുപത്രിയിൽ എത്തുന്ന ആരോരുമില്ലാത്തവർക്ക് എന്തുകൊണ്ട് ആശുപത്രിയിൽ നിന്ന് അവരെ അവഗണിക്കുന്നു എന്നൊരു ചോദ്യമാണ് ഇദ്ദേഹം ഉയർത്തുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച് നിരാഹാരം ഇരിക്കുന്നത്? നിരവധി മരണങ്ങൾ ഇന്ന് റോട്ടിൽ കിടക്കുന്ന തെരുവ് നായ്ക്ക് വരെ ഒരുപാട് ആൾക്കാർ ചോദിക്കാനുണ്ട്. പക്ഷേ തെരുവിലകപ്പെടുന്ന മനുഷ്യവരുടെ കൊണ്ടെന്ന് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ല എന്ന് പലവട്ടം ഒരുപാട് വർഷം കലക്ടർക്കും സാമൂഹ്യനീതി വകുപ്പിനെല്ലാം പറഞ്ഞിട്ട് ഒരു മനുഷ്യനെന്ന പരിഗണന ലഭിക്കുന്നില്ല. ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഇപ്പോഴത്തെ നമ്മുടെ ഭരണം വന്നിട്ടുണ്ട്. അതായത് വയോജകർക്ക്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു മരണം നടന്നു. അതിനും ചോദിക്കാൻ പോയപ്പം ഒരുപാട് തടസ്സങ്ങളാണ്. ഇതിനൊരു നീതി കിട്ടുന്നവരെ പോരാട്ടം നടത്താനുള്ള എനർജി ഇല്ല. കരുണുള്ളവർ, മനസാക്ഷിയുള്ളവർ ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടെത്തും എന്നുള്ള വിശ്വാസത്തിൽ വേണ്ടി മാത്രമാണ്. ആരും പഴിചാരുന്നില്ല. ആരോരില്ലാത്തവർക്ക് ആരുമില്ല. സത്യമാണ്. നിയമമില്ല, സർക്കാരില്ല, ഉദ്യോഗസ്ഥരില്ല, ആരുമില്ല. ഇവിടെ ഇപ്പോൾ 21 പേരുണ്ട് ആരോരില്ലാത്തവർ. അതുതന്നെയാണ് ഈ ജലീൽക്ക ഇദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആരോരുമില്ലാത്ത മനുഷ്യർക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ നിരാഹാരം ഇരിക്കുന്നത്. അവരുമായി ഈ ആശുപത്രിയിലേക്ക് എത്തുന്ന സമയത്ത് അവർക്ക് വേണ്ട പരിഗണനയോ ചികിത്സയോ ലഭിക്കുന്നില്ല. അവരെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അവർക്ക് വേണ്ടിയാണ് ഈ സമരം. ഈ മരണം വരെ സമരം ഇരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ക്യാമറമാൻ സന്തോഷിനൊപ്പം അനഘ ഹർഷൻ, ജനം.